Lesson 1 Pairsonification അടുത്ത question. The price of 17 trophies and 16 medals is 2,118 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി എത്ര രൂപയായി? 2,180 രൂപയായി. എന്നാൽ 16 ട്രോഫികൾക്കും 17 മെഡലിനും കൂടി എത്ര രൂപയാണ്? 2,110 രൂപ. എങ്കിൽ ഓരോ ട്രോഫിയുടെയും മെഡലിൻ്റെയും വില എത്ര? ഒരു ട്രോഫിയുടെയും ഒരു മെഡലിൻ്റെയും വില എത്രയാണ്? അപ്പം നമുക്ക് ആദ്യം തന്നത് 17 ട്രോഫി തന്നിട്ടുണ്ട്, 16 മെഡൽ. ട്രോഫി ഉണ്ട്, മെഡലുണ്ട്. ട്രോഫിക്ക് എക്സ് എന്നും മെഡലിന് വൈ എന്നും പേര് കൊടുക്കുക. ഇനി 17 ട്രോഫി അല്ലേ പറഞ്ഞത്? 17 എക്സ് പ്ലസ് എത്ര മെഡലുണ്ട്? 16 മെഡൽ. 16 വൈ ഈക്വൽ ടു എത്ര രൂപയാണ്? 2,180 രൂപ. കണ്ടല്ലോ. ഇനി അടുത്തത് 17 മെഡൽ അല്ല 16 ട്രോഫിക്കും 17 മെഡലിനും. 16 ട്രോഫി അല്ലെ 16 എക്സ് പ്ലസ് 17 മെഡൽ അല്ലേ വൈ ഈക്വൽ ടു എത്രയാ? 2,110 രൂപ. ഇനി നമുക്ക് അതിൻ്റെ അപ്പോൾ ആദ്യത്തെ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ വീണ്ടും എടുത്തെഴുതാം. 17 എക്സ് പ്ലസ് 16 വൈ ഈക്വൽ ടു 2,180. 16 എക്സ് പ്ലസ് 17 വൈ ഈക്വൽ ടു 2,110. എന്ത് ചെയ്യാം? നമുക്ക് ഇവർ കൂട്ടാം, പ്ലസ് ചെയ്യാം, ആഡ് ചെയ്യാം. എങ്ങനെ? 6 7 കൂട്ടിയാൽ എത്രയാണ്? 13 3 ബാക്കി 1 1 2 1 33 എക്സ് അല്ലേ? ഇതും തിരിച്ചിട്ടിരിക്കല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെയും 33 വൈ ഈക്വൽ ടു 0 1 8 കൂട്ടിയാൽ 9 1 3 2 2 2 4. അപ്പം 4,290 രൂപ. ഇനി നമുക്ക് എന്താണ്? ഈ 2 33 അല്ലേ നല്ലത്? ഒരു 33 നമുക്ക് എടുത്തെഴുതാം. ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4,290. ഇനി എന്ത് വേണം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4,290 ബൈ 33 അടിയിലോട്ട് എഴുതാം ഡിവിഷൻ ചെയ്യാൻ. നമുക്ക് നോക്കാം എങ്ങനെ ഡിവിഷൻ ചെയ്യാം. 4,290 ഡിവിഷൻ 33. 1 ഇൻറ്റു 33 33 അല്ലേ? അപ്പോൾ 1 ഘടകം കൊടുത്ത് 12 ആയി. 12 3 12 ആവാൻ എത്രയാണ്? 4 5 6 7 8 9 10 11 12. അപ്പോൾ 9. പിന്നെ ഈ 9 അടിയിലോട്ട് താഴോട്ട് ഇറക്കിയിടാം. അപ്പോൾ എത്രയായി? 3 33 എത്ര പ്രാവശ്യമായി? 99ആയി. 0 0 ഈ 0 താഴോട്ട് ഇറക്കിയിടുക. ഇവിടെയൊക്കെ 0 ആയതുകൊണ്ട് ഈ 0 മുകളിലോട്ട് എഴുതാം. അപ്പോൾ 130. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 130. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി വീണ്ടും നമുക്ക് ആദ്യം എഴുതിയ ഇക്വേഷനെ താഴത്തോട്ട് എഴുതാം. 17 എക്സ് പ്ലസ് 16 വൈ ഈക്വൽ ടു 2,180. 16 എക്സ് പ്ലസ് 17 വൈ ഈക്വൽ ടു 2,110. നേരത്തെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത് അല്ലേ? പ്ലസ് ചെയ്യാണ് ചെയ്തത് കണ്ടോ? ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം കണ്ടോ? 17 എക്സിൽ നിന്ന് 16 എക്സ് കുറച്ചാൽ എത്രയാണ്? എക്സ്. പിന്നെ ഈ 16 17 കുറയ്ക്കാൻ പറ്റില്ല. അപ്പം മൈനസ് വൈ ഈക്വൽ ടു 0. 1 8 ആവാനായിട്ട് 7 0 0 അല്ലേ? അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 17. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൈ. ആദ്യം നമുക്കിവിടെ എക്സ് പ്ലസ് വൈ കിട്ടിയിട്ടുണ്ട് കണ്ടോ? അതെടുത്ത് വീണ്ടും എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 130. ഇനി നാലാമത്തെ ഇക്വേഷൻ അടിയിൽ എഴുതാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു
70 ഉണ്ടല്ലോ. ഇനി 2x എത്ര 2x ഈക്വൽ ടു ഇവിടെ 0 വരും കേട്ടോ. 0 13 17 7 എത്രയാണ് 20. ഓക്കെ അല്ലേ. ഇവിടെ എങ്ങനെയാണ് കൂട്ടുകയാണ് നമ്മളിത്. 0 13 കഴിഞ്ഞാൽ 14 15 16 17 18 19 20. ഇവിടെ രണ്ടും കൂടി ആഡ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്കിവിടെ 200 കിട്ടിയിട്ടുള്ളത്. ഇവിടെയും 2x ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2x ഈക്വൽ ടു 200. x ഈക്വൽ ടു 200/2. നമുക്കറിയാം 200നെ 2 കൊണ്ട് ചെയ്താൽ 1 ആണ്. അപ്പോൾ നമുക്ക് x എത്ര കിട്ടി 100. അപ്പോൾ x എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു ട്രോഫി ആയിരുന്നു അല്ലേ. ട്രോഫിയുടെ വില നമുക്ക് കിട്ടി. ട്രോഫി എത്രയാണ് 100. ഇനി നെക്സ്റ്റ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ വീണ്ടും നമുക്ക് എടുത്ത് എഴുതാം. സൈഡിൽ എഴുതാം. x + y ഈക്വൽ ടു 130. x നമുക്ക് എത്ര കിട്ടി 100 കിട്ടിയില്ലേ. 100 + y ഈക്വൽ ടു 130. ഇനി y ഈക്വൽ ടു 130 മൈനസ് ഇവിടെ പ്ലസ് നമ്മൾ മൈനസ് ആയല്ലേ 100. y ഈക്വൽ ടു 130 നിന്ന് 100 കുറയ്ക്കുക. അപ്പോൾ എത്രയും നമുക്ക് 0 3 0 30 കിട്ടി. y ഈക്വൽ ടു 30. y എന്തായിരുന്നു മെഡലായിരുന്നു. മെഡൽ y ഈക്വൽ ടു 30. അപ്പോൾ x ഈക്വൽ ടു 100 y ഈക്വൽ ടു 30. നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം.